നമസ്കാരം. ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിൽ തട്ടിയ ഒരു കാരണം കൊണ്ടാണ്, ഒരു വിഷമം കൊണ്ടാണ്. നമ്മുടെ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നൊരു പന്നി കൃഷി നശിപ്പിച്ച്, കൃഷിക്കാരെ വേദനിപ്പിച്ച്, അവരുടെ വരുമാന മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം, FIR എന്ന് വേണ്ട പല കാര്യങ്ങളും. വനത്തിൽ ആനകൾ തങ്ങൾ കുത്തി മരിച്ചാൽ പോലും അവിടെയും ശരിയായ പോസ്റ്റ്മോർട്ടവും മരണകാരണങ്ങളൊക്കെ കണ്ടെത്താറുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു തെരുവ് പട്ടിയെ കൊല്ലുവാൻ പോലുമുള്ള, നമ്മളെ കടിക്കാൻ വരുന്ന തെരുവ് പട്ടിയെ കൊല്ലുവാൻ പോലുമുള്ള അവകാശമില്ലാത്ത മനുഷ്യരായി മാറിയിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമ്മൾക്കുള്ള ഒരാളിനെ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ ആ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരോ അനന്തരാവകാശികളോ നമ്മുടെ നീതി വ്യവസ്ഥകളുടെ മുമ്പിലോ സർക്കാരിൻ്റെ മുമ്പിലോ കൈനീട്ടി ചെല്ലുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് വളരെ ദയനീയമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവയൊക്കെ. നമ്മൾ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ ജില്ലക്കാരൻ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച്, പല ഓഫീസുകളിൽ വെച്ച്, പല പോസ്റ്റിൽ എനിക്ക് കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ കാണേണ്ടി വന്ന ഒരു മനുഷ്യൻ, എൻ്റെ ജില്ലക്കാരനായ നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നാണ് ഇന്ന് വരെ രേഖകൾ പോലും, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വിവരാകാശ രേഖകളിൽ പോലും നാളിതുവരെ 1 രൂപയുടെ അഴിമതി നടത്താത്ത, കൈക്കൂലി വാങ്ങാത്ത, നിയമപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. കഷ്ടകാലത്തിന് അദ്ദേഹം ഇടതുപക്ഷ യൂണിയൻ്റെ പ്രതിനിധിയും ആ പ്രസ്ഥാനത്തിനെ ഏറെ സ്നേഹിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലും മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അന്ന് വളരെയേറെ ദയനീയ അവസ്ഥയിലായിരുന്നു. സ്വന്തം ഭർത്താവ് തലേ രാത്രിയിൽ 8 മണിക്കും ഭാര്യയോട് സംസാരിച്ച ഒരു ഭർത്താവ്, 8 മണിക്ക് ഭർത്താവ് സംസാരിക്കുമ്പോഴും താൻ നാട്ടിലേക്ക് വരുന്നില്ല എന്ന്, ഇന്ന് യാത്ര ചെയ്യുന്നില്ല എന്ന് പറയാതിരുന്ന ഭർത്താവ്, മക്കളെയും ഭാര്യയെയും അത്രമാത്രം സ്നേഹിച്ചിരുന്ന മനുഷ്യൻ, അദ്ദേഹം എന്തായാലും രാത്രിയിൽ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ഭാര്യയോട് പറഞ്ഞേനേയും നീ ചെങ്ങന്നൂർ വരണ്ട എന്ന് പറഞ്ഞിരുന്നേനെ. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ അദ്ദേഹം രാവിലെ ചെങ്ങന്നൂരിലെത്തുമെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഭാര്യയും മക്കളും തിരിച്ച് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം തങ്ങളുടെ വീട്ടിലെത്തി. അത് അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി യാതൊന്നും ചിന്തിക്കാനുള്ള അവസരം കിട്ടിയില്ല. ആ അവസരത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് കണ്ണൂരിലെയും പത്തനംതിട്ട ജില്ലയിലെയും CPMൻ്റെ നേതാക്കന്മാർ വളരെ തന്ത്രപൂർവ്വം വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ലാതെ ആ ബോഡി കത്തിച്ചു കളഞ്ഞു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ വീട്ടിൽ 2 വക്കീലന്മാരുണ്ടല്ലോ, അവരെന്ത് ചെയ്തു എന്ന്. അത് നമുക്ക് മനഃപൂർവ്വമല്ല എങ്കിൽ പോലും അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം തങ്ങളുടെ പാർട്ടിക്കാർ, തങ്ങളുടെ പാർട്ടിയുടെ വലിയ കേദാരമായി നിൽക്കുന്ന കണ്ണൂരിലെ നേതാക്കന്മാർ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി കൂടെ വന്നിരിക്കുകയാണ്. കൂടെ വന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം നല്ലപോലെ അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പോസ്റ്റ്മോർട്ടം കൃത്യമായി ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ മിണ്ടാതിരുന്നത്. പിന്നീട് ആ സ്ത്രീ ആരുടെയൊക്കെ മുമ്പിൽ കീണപേക്ഷിച്ചു സ്വന്തം ഭർത്താവിൻ്റെ മരണത്തെപ്പറ്റി ഒരു നല്ല അന്വേഷണം നടത്തുവാൻ വേണ്ടി. മജിസ്ട്രേറ്റ് കോടതിയിലും അത് കഴിഞ്ഞ് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെയും ഫുൾ ഡിവിഷൻ ബെഞ്ചിൻ്റെയും അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ അവർ പോയി. അവർക്ക് യാതൊരു രക്ഷയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പണക്കാരനും രാഷ്ട്രീയക്കാരനും മാത്രമാണ് ഈ രാജ്യത്ത് നിയമവും നീതിയും ഉള്ളതെന്നുള്ള വ്യവസ്ഥ എല്ലാവരും ഓർക്കുന്ന നല്ലതാണ്. നിങ്ങൾ വോട്ട് കൊടുത്ത് വിട്ടുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ നാം വോട്ട് കൊടുത്ത് വിടുന്ന ഓരോ ജനപ്രതിനിധിയും നമ്മൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. വെളുപ്പിന് 5:30 എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ തിരിച്ചു വിളിച്ച ഒരു മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്നും ഞാൻ സ്മരണയോടാണ് ഓർക്കുന്നത്. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ, സിദ്ധാർത്ഥൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സാംസ്കാരിക സമ്പന്നമായ നാടാണ്, സാംസ്കാരിക അങ്ങേയറ്റം നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ നാടാണ്, എഴുത്തുകാരുള്ള നാടാണ്, പുരോഗമനമായി ചിന്തിക്കുന്നവരാണ്, നവകേരളത്തിനായി വേണ്ടി മുറവിളി കൂട്ടി മുമ്പോട്ട് പോകുന്നവരാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുമ്പം എപ്പോഴെങ്കിലും നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ലേ? ഒന്നോർക്കുക, അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായ ഒരു നാടകത്തിനുള്ള തിരക്കഥ സൃഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ദിവ്യ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ, PP ദിവ്യ, അവരെ ഇതിനകത്ത് കാരണക്കാരാക്കി വിടുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ തിരക്കഥ നേരത്തെ മറ്റാരോ എഴുതപ്പെട്ട ഒരു തിരക്കഥയായിരുന്നു. അതുകൊണ്ടാണ് PP ദിവ്യ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും, യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുകയും
അവിടെ ചെന്നതിന് ശേഷം അത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹത്തിന് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ പ്രചരിപ്പിച്ച് നാണക്കേടുണ്ടാക്കാനും ശ്രമിച്ചതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ യവന്മാരെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇവരെ പറ്റിയുള്ള ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. ഇതൊരിക്കലും ഒരു പെട്രോൾ പമ്പിൻ്റെ NOCയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. പ്രശാന്തൻ വെറും ഒരു കീടമാണ് അതിനകത്ത്. പ്രശാന്തനും സിദ്ധാർത്ഥനും ഉൾപ്പെടെയുള്ള ദിവ്യ ഉൾപ്പെടെയുള്ള CPMൻ്റെ കണ്ണൂർ ലോബിയുടെ കരങ്ങളാണ് ഈ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലും അരുൺ കെ വിജയൻ എന്ന് പറഞ്ഞ IAS കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ദിവ്യ IAS എന്ന് പറഞ്ഞ ഒരാളിനെ കണ്ടല്ലേ, നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ പദവികളുടെയൊക്കെ ബിരുദത്തിൻ്റെയൊക്കെ വാല്യൂ ഇവരന്മാരൊക്കെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അവനവനിരിക്കുന്ന സാഹചര്യം എന്താണെന്നും തൻ്റെ പദവി എന്താണെന്നും തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നും മനസ്സിലാക്കാത്ത കുറേ അധമന്മാരാണ് ഈ കൂട്ടത്തിൽപ്പെടുന്ന പലരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദിവ്യയെ ബലി കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ ദിവ്യ ബലി കൊടുത്ത് സബ് ജയിലിലയക്കുമ്പോൾ ദിവ്യ രാത്രികാലങ്ങൾ ഉറങ്ങിയത് സബ് ജയിലിലാണോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരികെ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പോയവരുടെ എണ്ണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് പാർട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഇന്നും ബലമായി വിശ്വസിക്കുന്നു, അല്ലെ എന്നെപ്പോലെ നിങ്ങളും ഈ നാട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നു, പാർട്ടിക്കാരല്ലാത്തവരെല്ലാം വിശ്വസിക്കുന്നു, നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന്. അത് അന്വേഷിക്കാനും അതിൻ്റെ തെളിവ് ശേഖരിക്കാനുള്ള എല്ലാ സാധ്യതകളും മങ്ങിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ മരണത്തിൽ സംഭവിച്ച കാര്യം. ഈ മരണത്തിൻ്റെ ഉന്നതതല ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജുഷ വേറൊരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുമായി അവർ മുമ്പോട്ട് പോകുമെന്നാണ് അവരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു മരണത്തിൻ്റെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ കഴിഞ്ഞ 2012 മുതൽ 13 വർഷമായിട്ട് നമ്മുടെ നിയമസംഹിത മുമ്പിലുണ്ട്. അത് CBI എൻക്വയറി നടത്തണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ കേന്ദ്രത്തിൽ പോയി കിടപ്പുണ്ട്. ആ കേന്ദ്രത്തിൽ പോയി കിടക്കുന്ന ആ ശുപാർശ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഫയൽ മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് KK രമയുടെ കാര്യമാണ്. കണ്ണൂരിലെ ഓരോ മരണവും അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അന്വേഷിക്കേണ്ടവർ തന്നെയാണ് കൊലയാളികളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരുന്നാലും ഈ നാട്ടിൽ ജനിച്ചു പോയല്ലോ, അതുകൊണ്ട് മരണം വരെ ഇവന്മാരൊക്കെ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എതിർക്കുന്നവനെ കൊല്ലുക, തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള ഈ രീതി, അല്ലെങ്കിൽ സത്യം ആരുടെ കയ്യിലുണ്ടോ അവനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പ്രവൃത്തി ഒരിക്കലും ജനാധിപത്യ സംഹിതത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാർക്കോ ജനപ്രതിനിധികൾക്കോ പൊതുപ്രവർത്തകർക്കോ ഭൂഷണമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയും എന്നെയും എൻ്റെ ചാനലിനെ അഡൂരാൻസിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേർത്ത എല്ലാവർക്കും ഞാൻ നന്ദിയും രേഖപ്പെടുത്തുന്നു.